ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷോ അത് ലേറ്റസ്റ്റ് എപ്പിസോഡ് വരെയാണ്. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ കാർത്തികയുടെ വ്യാമോഹങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചെന്ന് അവൾ ഉണ്ടാക്കിയെടുത്ത കൊട്ടാരങ്ങളെല്ലാം താനേ തകർന്ന് വീഴുന്നതും, അതുപോലെ തന്നെ ഫീനിക്സ് പക്ഷിയായി ഉയരാൻ ആഗ്രഹിച്ചെങ്കിലും അങ്ങനെ എല്ലാ പക്ഷിക്കും ചാരത്തിൽ നിന്ന് എണീക്കാൻ പറ്റില്ല. ചില പക്ഷി എന്നും ചാരമായി തന്നെ മാറുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാർത്തികയുടെ സ്വപ്നങ്ങളെല്ലാം കരിഞ്ഞ് ചാമ്പലായി കിടക്കുന്നത്. അതോടെ തന്നെ തീരുന്ന സത്യഭാമയുടെ ഒരു അഹങ്കാരത്തിൻ്റെ കൊട്ടൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്ന കമൻസും ഷെയർസ് ലൈക്സിനും ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുന്നതിനെ കാണിക്കുന്ന ഒരു കാര്യം, കാർത്തിക മധുശ്രീയെ വിളിച്ച് ഈ സംസാരിക്കുകയാണ്. അതായത് ഹർഷൻ്റെ കാര്യത്തിനകത്ത് ഈ എന്തൊക്കെ സംഭവിക്കുന്ന അറിയാതിരുന്ന ഒരു സമയത്തിനകത്ത് ഈ പറയുന്ന ജയശങ്കർ തന്നെ ചതിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടും ജയശങ്കർ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ രക്ഷപ്പെടുത്തിയില്ല. അത് എങ്ങനെ സംഭവിച്ചു, അത് എന്തുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പോഴാണ് മധുശ്രീ ആ ഡീൽ ഓർ നോ ഡീൽ കളിച്ച ആ കളിയുടെ എപ്പിസോഡുകളെല്ലാം കാർത്തിക എടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാതെ കാർത്തികയോടുള്ള നന്മമരം പ്രവർത്തിക്കാനായി ജയശങ്കർ ചെയ്തതൊന്നും അല്ല. ഇവളുടെ ഡീൽ ഓർ നോ ഡീലിൻ്റെ വിജയത്തിൻ്റെ ഭാഗം മാത്രമായിരുന്നു ഇവിടെ കണ്ട ജയശങ്കറിൻ്റെ മാറ്റം എന്നൊക്കെ ഉള്ള കാര്യം പറയുന്നുണ്ട്. ജയശങ്കറിനോട് പറയുന്ന കാര്യം ഇത്രയാണ്: തൻ്റെ പ്രതികാരത്തിൻ്റെ കാര്യത്തിൻ്റെ കഥയൊക്കെ തനിക്ക് മറക്കാനുള്ള അന്തസ്സായൊരു തുക ഞാൻ തൻ്റെ അക്കൗണ്ടിലേക്ക് തരും. എന്തിന്? താൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തോട്ടേക്ക് തന്നെ ഉള്ള തുക തൻ്റെ അക്കൗണ്ടിലേക്ക് അത് ഇപ്പം തന്നെ എത്തിയിരിക്കും. പക്ഷേ ഇതിന് തനിക്ക് സമ്മതമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ താൻ ജീവിതത്തിനകത്ത് നല്ല പോലെ അനുഭവിക്കും. തനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയുന്നതിനൊക്കെ കാലം അപ്പുറത്തോട്ടേക്കായിരിക്കും തനിക്ക് ഇനി അങ്ങോട്ടേക്ക് കിട്ടാൻ പോകുന്ന അടി എന്നൊക്കെ പറയുമ്പോൾ ലാസ്റ്റ് ഒറ്റ കൈ നീട്ടങ്ങ് ചോദിക്കുകയാണ്, അപ്പം ഇത് ഡീലാണോ ഡീലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ലാസ്റ്റ് ഏത് മനുഷ്യനെയും പോലെ ജയശങ്കർ എന്താണ് അവർക്ക് എന്ന് പറഞ്ഞാൽ ഡീൽ ഉറപ്പിച്ച് കിട്ടുന്ന കാശ് മേടിച്ച് കാർത്തിക എന്ന ഒരു കാര്യത്തിനകത്ത് നിന്ന് കിട്ടിയ അടിയും കാര്യങ്ങളെല്ലാം മറന്ന് തനിക്ക് ഈ നാട് വിട്ട് പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ജയശങ്കർ പോകുന്നതാണ് കാണുന്നത്. അപ്പം ഈ കഥയൊക്കെ ഇങ്ങനെ കാർത്തിക പറഞ്ഞ് കേൾക്കുമ്പോൾ കാർത്തിക്ക് ഒരു ഞെട്ടൽ. കാരണം അയ്യോ, ഇതിൻ്റെ പിറകിൽ ഇങ്ങനെയൊക്കെ ഒരു രീതിയിലുള്ള കളിയൊക്കെ ഉണ്ടായിരുന്നു, ഇതൊന്നും ഞാൻ അറിഞ്ഞല്ലോ. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. എന്തിനാണോ ജയശങ്കർ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ഞാനിവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുമെന്ന്. അപ്പം മധുശ്രീ തന്നെ സംയോജ്യമായി അവിടെ ഇടപെട്ടത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നുള്ള കാര്യം കാർത്തിക് അറിയുമ്പോൾ കാർത്തിക് മധുശ്രീ ആ ബോണ്ട് അങ്ങ് ശരിക്കും അങ്ങ് കൂടുവാണ്. പിന്നെ കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന നമ്മുടെ ശാലിനി മുറ്റത്ത് വന്നിരുന്നിട്ട് എന്താണ്, ഇന്ന് ശാലിനി നല്ല സ്മാർട്ടാണ് കേട്ടോ. ശാലിനിയുടെ ആ ഒരു ബ്ലാക്ക് സൽവാറൊക്കെ ആയിട്ട് കുറേ നാളിന് ശേഷമാണ് ആ ഒരു കൂതറ സാരിയുടെ ആ ഒരു ലുക്കിൽ നിന്നൊക്കെ മാറി ഇച്ചിരി വിത്തിക്കും മെനക്കൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ശാലിനി അവിടെ എന്താണ് മുറ്റത്തിരുന്ന് ഇങ്ങനെ ആലോചിക്കുവാണ്, ഇങ്ങനെ പോയാൽ ഒരിക്കലും ശരിയാവത്തില്ല. സത്യങ്ങളൊക്കെ ഇങ്ങനെ ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാതെ പോയാൽ ഈ കളിയുടെ പിറകിൽ എന്തോ നടന്നിട്ടുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കൽ സത്യമോൾ എന്നോട് ചോദിക്കും, തൻ്റെ അച്ഛനെ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തി കളഞ്ഞ അമ്മയല്ലേ എന്ന് കാര്യം ചോദിച്ചാൽ ഞാൻ അവളുടെ മുന്നിൽ തോറ്റു പോകുന്നത് മാത്രമല്ല എനിക്ക് അവളോട് പറയാൻ ഉത്തരമില്ലാത്ത രീതിയിലായിപ്പോകും എന്നൊക്കെ ശാലിനി ചിന്തിച്ച്, എങ്കിൽ എത്രയും വേഗം തന്നെ ഇതിൻ്റെ രഹസ്യങ്ങളൊക്കെ കണ്ടെത്തണം. പക്ഷേ വിഷ്ണുവേട്ടൻ എന്തിനാ ഈ ഒരു കഥ ഇത്രയും മൗനം പാലിക്കുന്നത് എന്ന് മാത്രമാണ് ശാലിനിക്ക് ഇവിടെ മനസ്സിലാതിരുന്നത്. ഇതൊക്കെ ശാലിനി ചിന്തിച്ച് തീർന്നില്ല. അപ്പോഴത്തേക്കും ശാരദാമ്മ അങ്ങോട്ടേക്ക് ഓട്ടോയിൽ എത്തിക്കഴിഞ്ഞു. കാരണം ശാരദാമ്മയ്ക്കാണെങ്കിലോ വീട്ടിലിരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. കാരണം ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ എന്താണെന്നൊന്നും അറിയാത്ത എൻ്റെ ടെൻഷനകത്താണ് ശാരദാമ്മ. സ്വാഭാവികമല്ലേ, ഒരു അമ്മയുടെ ടെൻഷൻ എന്തായിക്കുന്നുള്ള കാര്യം നല്ലപോലെ തന്നെ ശാരദാമ്മ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പം അമ്മ എന്താ ഇങ്ങോട്ടേക്ക് ഒരു മുന്നറിയിപ്പില്ലാതെ? അപ്പോൾ ശാലിനി ചോദിക്കുമ്പോഴത്തെ ശാരദാമ്മ പറയുന്നത്, എന്തുവാടി പറയുന്നത്, എനിക്കവിടെ എന്നിട്ട് ഒരു ഇരിപ്പ് ഉറയ്ക്കുന്നില്ല. നീ സത്യമുള്ള കാര്യം നിനക്കറിയാമല്ലോ, ഒന്നാമത്തെ അച്ഛൻ കൂടെ ഇല്ലാതെ വളരുന്ന കുട്ടിയാണ്. ഇപ്പം അമ്മയും കൂടെ കൂടെ ഇല്ലെങ്കിൽ അവളുടെ കാര്യം ഭയങ്കര കഷ്ടത്തിലാവത്തില്ലേ? അവളുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട്. പോരാത്തതിന് നിൻ്റെ ഇവിടുത്തെ കാര്യം ഒന്നും അറിയുന്നില്ലല്ലോ മോളെ. ഇവിടെ എന്തൊക്കെയായി കാര്യങ്ങൾ എന്നുള്ള കാര്യം അറിയാത്തതിന് ടെൻഷൻ എനിക്ക് അവിടെ വീട്ടിൽ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. അങ്ങനെയൊക്കെ സംസാരിക്കും. ശാലിനി പറയുന്നുണ്ട്, അമ്മ എല്ലാം ശരി തന്നെ, പക്ഷേ എനിക്ക് വിഷ്ണുവേട്ടൻ്റെ മൗനമാണ് എന്നെ അത്രമാത്രം പീഡിപ്പിക്കുന്ന കാര്യം. കാരണം വിഷ്ണുവേട്ടൻ എന്തിനാ ഈ കാത്തി ഇത്രയും മൗനം പാലിക്കുന്നത്? എന്തോ രഹസ്യം വിഷ്ണുവേട്ടൻ മറയ്ക്കുന്നുണ്ട്. ആ രഹസ്യം എന്താണെന്ന് അറിയാതെ ഇതൊക്കെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും? കാർത്തികാണെങ്കിലും ഇവിടെ രക്ഷപ്പെട്ടു പോയ കാര്യമൊക്കെ ശാലിനി എന്താണ് പറയുവാണ് അമ്മയുടെ. അപ്പോൾ ഇതൊക്കെ കേട്ട് ടെൻഷനകത്ത് അവിടെ ശാരദാമ്മ നിന്ന് ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുന്നേ തന്നെ സത്യഭാമയും വിഷ്ണുവും കൂടെ കാറിലിങ്ങി വരുന്നുണ്ട്. സത്യഭാമ പോയിട്ട് വന്ന് എന്തിനാണെന്നറിയാമോ? വിഷ്ണുവിൻ്റെയും കാർത്തികയും വിവാഹത്തിനുള്ള കല്യാണക്കുറികൾ അടിക്കാനാണ്. അപ്പോൾ ഇൻവിറ്റേഷൻ ലെറ്ററൊക്കെ അടിച്ചിട്ടുള്ള വരവായതിൻ്റെ അഹങ്കാരം ചെറുതൊന്നുമല്ലല്ലോ, അത് തലയ്ക്ക് മേളിൽ കയറി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ തന്നെ ശാരദാമ്മയോ അതെന്താ ഈ വഴി കൂടെ വന്നിരിക്കുന്നത്? ഒട്ടും പ്രതീക്ഷിച്ചതേ ഇല്ലല്ലോ ഈ സമയത്ത്. ഞാൻ പറയുന്നുണ്ട്, താൻ മറ്റെവിടെയോ പോകാൻ വേണ്ടി പോയ വഴിക്ക് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കയറിയതാന്നേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേ, ഓ ഇങ്ങോട്ടേക്ക് ചുമ്മാ കയറിയതാ, അത് നല്ലതായി ശാരദാമ്മ എന്തൊക്കെ പറഞ്ഞാലും. കാരണം അങ്ങനെ കയറുമ്പോൾ ഇവിടെ വന്ന് ഇച്ചിരി ഒരു വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ചൂടൊക്കെ ആറ്റി ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ അങ്ങോട്ടേക്ക് പോകാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് ഈ വർത്തമാനം കേട്ട് ചൊറിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ എന്നാലും ഒന്നും പ്രകടിപ്പിക്കാൻ പറ്റില്ല. ശാലിനിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ആക്ഷേപിക്കല്ലേ. എന്നിട്ട് ശാരദാമ്മ എന്താണ്, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതെങ്ങനെയാണ് ശാരദാമ്മ ശരിയാവുന്നത്? അങ്ങനെ അങ്ങ് ഇറങ്ങിയാൽ മതിയോ? ശാരദാമ്മ അപ്പം അകത്തേക്ക് കയറിയിരിക്കുക, ശാരദാമ്മയുടെ മോളെ കാണണ്ടേ?
അപ്പോഴത്തേക്കും ഞാൻ കണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതെങ്ങനെ ശരിയാവും, ശാരദാമ്മയുടെ മോളെന്ന് പറയുന്നത് എൻ്റെ മരുമകൾ കിടക്കുന്ന അകത്തല്ലേ, അകത്ത് പോയി കാണണ്ടേ, അല്ലെങ്കിൽ അത് നാണക്കേടല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശാരദ പറയുന്നുണ്ട്, എനിക്ക് മക്കൾ രണ്ടും രണ്ടാണ്, പക്ഷെ രണ്ടുപേരെയും ഒരു കണ്ണിൽ തന്നെ കാണാൻ ഞാൻ പഠിച്ചിട്ടുള്ളൂ, അവളെ ഞാൻ മറ്റൊരു ദിവസം വന്ന് കണ്ടോളാം എന്ന് ശാരദാമ്മ അന്തസ്സ് പുലർത്താൻ നോക്കുമ്പോൾ അമ്മയുടെ അഹങ്കാരത്തിൽ സത്യഭാമ എന്താണ്, അയ്യോ അതൊന്നും പറ്റത്തില്ല, എൻ്റെ മരുമകൾ അകത്ത് കിടക്കുന്ന മരുമകളെ കാണാതൊന്നും പോകാൻ പറ്റില്ല, ശാരദാമ്മ ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഒറ്റ കയറിപ്പോക്കും. അപ്പോൾ ശാരദാമ്മയ്ക്കാണെങ്കിൽ അകത്ത് വരാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇവരുടെ ക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ അകത്ത് കയറി വരുന്നതും കാണുന്ന രാഘവേട്ടനാണ്. അപ്പോൾ രാഘവേട്ടനോട് ചോദിക്കുക, രാഘവേട്ടൻ എന്തോ ഇവിടെ ഇരിക്കുവാണോ, മരുമകളുടെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ട് രാഘവേട്ടൻ വീട്ടിലെ കാരണവർ മാത്രം ഈ കാര്യമൊന്നും അറിഞ്ഞില്ല എന്ന് കളിയാക്കാൻ, എന്തു നീ പറയുന്ന ബാമേ. അപ്പോഴത്തേക്കാണ് വിഷ്ണു കയറുന്നത്, എടാ എന്തുകൊണ്ടാണ് നിൻ്റെ അമ്മ പറയുന്നത്. അപ്പം വിഷ്ണു ഒരു അക്ഷരം വേണ്ടില്ല, വിഷ്ണുവിൻ്റെ മുഖമൊക്കെ ഭയങ്കര ദേഷ്യത്തിരി, കാരണം അമ്മയുടെ ഈ ഒരു ചൊറിയുന്ന പ്രവണതയും വർത്താനം എല്ലാം കൊണ്ട് സഹിക്കാൻ വയ്യാതെയൊക്കെയാണ് വിഷ്ണു. അപ്പോഴത്തേക്കാണ് ശാരദാമ്മ അകത്തേക്ക് കയറി വരുന്നതും ശാരദാമ്മയുടെ കാര്യമാണ്. അപ്പോൾ ശാരദാമ്മയോ ഒന്ന് എന്നിട്ട് ഈ രാഘവേട്ടൻ എന്താണ് നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് ശാരദാമ്മ. അപ്പോൾ ശാരദാമ്മയോട് പറയുന്നുണ്ട്, ക്ഷമിക്കണം ശാരദാമ്മേ, വന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലെങ്കിൽ പുറത്ത് തന്നെ നിർത്തി അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കത്തില്ലായിരുന്നു. അപ്പോഴത്തേക്കും ഷാനി പറയുന്നുണ്ട്, കുഴപ്പമില്ല അച്ഛാ, ഞാൻ അമ്മ വന്നപ്പം തന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാന്ന് ഷാനി പറയുമ്പോഴത്തേക്കും ഈ സത്യഭാമ കിറങ്ങി ഇടപെടുക. അപ്പം ശാരദാമ്മ ഈ മകളിൽ നിന്ന് തന്നെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് കാണുമല്ലോ, എന്നാലും ഞാനീ പറഞ്ഞില്ല എന്ന് വേണ്ട, ഞാനും എൻ്റെ മകനും കൂടെ ചെന്ന് ഇപ്പോൾ അവൻ്റെ വിവാഹത്തിനുള്ള ക്ഷണക്കത്തടിക്കാൻ പോയിട്ട് വന്നതേ ഉള്ളൂ. എൻ്റെ മകൻ, മൂത്ത മകൻ്റെ വിവാഹമാണ്, കണ്ട് അവൻ ഇഷ്ടപ്പെട്ട് വിളിച്ചുകൊണ്ടുവന്ന പെണ്ണ് തന്നെയാണ്. പക്ഷെ അങ്ങനെയൊന്നും കാര്യങ്ങൾ നടന്നാൽ പോരല്ലോ, നാട്ടുകാരൊക്കെ അറിയിച്ച് നടത്തണ്ടേ, എന്നാലല്ലേ അതിൻ്റെ ഒരു അന്തസ്സുള്ളൂ. അതേ വേണ്ട ഞങ്ങൾ വിവാഹത്തിൻ്റെ ക്ഷണക്കത്തൊക്കെ അടിച്ച് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ഗംഭീരമായ രീതിയിൽ തന്നെ ഒരു വിവാഹം നടത്താനാണ്. ആദ്യത്തേതോ ശരിയായില്ല, ഇനി രണ്ടാമത്തത് കൂടെ ശരിയായില്ലെങ്കിൽ, അത് നേരെ നോക്കിയില്ലെങ്കിൽ എൻ്റെ മകൻ്റെ ജീവിതം പാഴായി പോകത്തില്ല എന്ന് ശാരദാമ്മയ്ക്കിട്ട് ഒരു കൊട്ടം കൊടുക്കും. അപ്പോൾ ശാരദാമ്മയ്ക്ക് എന്താണ് വല്ലാണ്ടായി നിൽക്കുകയാണ്, കാരണം ഒരു അമ്മയല്ലേ, കാരണം മകളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അത്രയ്ക്ക് സങ്കടത്തിൽ നിൽക്കുകയാണ് ശാരദാമ്മ. അപ്പോൾ ഇത് കേട്ട് രാഘവൻ നായർക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വന്നിരിക്കുകയാണ്, കാരണം ഈ ശാരദാമ്മയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നല്ലോ ഭാമ, വിവരം കെട്ടവളായിപ്പോയല്ലോ എന്ന രീതി നിൽക്കുമ്പോഴത്തേക്ക് എന്താണ് ഇതൊക്കെ നോക്കിക്കൊണ്ട് മേളിൽ ആ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെ നിൽക്കുവാണ് ഈ കാർത്തിക നേരെ ഒരു ശാരദാമ്മ ആരാന്നൊന്നും നേരെ അറിയത്തില്ലെങ്കിലും ഏകദേശം കാര്യങ്ങളുടെ സംസാരം കേട്ട് അവർക്ക് ഒരുവിധം മനസ്സിലായി. അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും വീണ്ടും സത്യഭാമയുടെ പറച്ചിലാണ്, എന്തായാലും എൻ്റെ മകൻ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചുകൊണ്ട് വന്നതാണ്, പിന്നെ ഞങ്ങൾ വീട്ടുകാർ ചെന്ന് അതൊക്കെ നടത്തി കൊടുത്തല്ലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അത് ശരിയാവത്തല്ലോ. അപ്പം എന്തായാലും ആദ്യത്തെ കല്യാണത്തിൻ്റെ ക്ഷണക്കത്ത് ശാരദാമ്മയ്ക്ക് തന്നെ ഇരിക്കണം, ശാരദാമ്മയെ കണ്ടത് ശരിയായി, അതുകൊണ്ട് ശാരദാമ്മയ്ക്ക് തന്നെ എൻ്റെ മകൻ്റെ വിവാഹത്തിനുള്ള ആദ്യ ക്ഷണക്കത്ത് വന്നിട്ട് അതിനെടുത്ത് കൊടുക്കുമ്പം ശാരദാമ്മയ്ക്ക് അത് കൈ പിടിക്കാൻ അത്രയ്ക്കും മടി. ലാസ്റ്റ് ശാരദാമ്മയുടെ കൈ നിർബന്ധിപ്പിച്ച് അടിച്ചേപ്പിച്ച് വെച്ച് കൊടുത്തിട്ട് പറയുകയാണ്, ശാരദാമ്മ പ്രത്യേകം പറഞ്ഞു കുടുംബസമേതമാണ്, ഗോപാലകൃഷ്ണനെ പ്രത്യേകം കൊണ്ടുവരണം കേട്ടോ, ഞാൻ പറഞ്ഞില്ല ക്ഷണിച്ചില്ല എന്ന് വേണ്ട, പിന്നെ കല്യാണത്തിന് വരുന്നത് കൊണ്ട് ഒരു നഷ്ടമായെന്ന് ഒരിക്കലും തോന്നത്തില്ല, കാരണം നല്ല പ്രഗത്ഭരായ ആൾക്കാരെ കൊണ്ടാണ് സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്, 4 കൂട്ടം പായസമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മ ഒറ്റൊരു വാക്ക് പറയുന്നുണ്ട്, ആരൊക്കെ ഇനി വെച്ച് വിളമ്പിയാലും ആ വെക്കുന്നവൻ്റെ മനസ്സ് പോലെ ഇരിക്കും കഴിക്കുന്നവന് കിട്ടുന്ന രുചിയുടെ കേമോ എന്ന് പറയുന്നതും, അല്ലാതെ കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറയുമ്പം ഈ തലയാട്ടി എന്താണ് ഭയങ്കര രീതിക്കത്തും കാണിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ രാഘവൻ പറയുന്നത്, ആ പറഞ്ഞ ന്യായം, അത് ശരി തന്നെ, കാരണം വെക്കുന്നവൻ്റെ മനസ്സ് പോലെ ഇരിക്കും കഴിക്കുന്നവൻ്റെ രുചി, അതിനി പുറത്തായാലും ശരിയായാലും അകത്തായാലും ഓരോ വ്യക്തികളും പേരും അന്തസ്സൊക്കെ നേടിയെടുക്കുന്ന അവരുടെ സ്വഭാവം കൊണ്ടാണ്. ഭാമേ, നിനക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? മനസ്സിലായി രാഘവേട്ട. അമ്മ പറയുന്നുണ്ട്, ഞാനും കഴിക്കുന്ന അരിയാഹാരം തന്നെയാണ് രാഘവേട്ട, അതുകൊണ്ട് നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുള്ള കാര്യം നിങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കണം. പിന്നെ രാഘവേട്ടൻ വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, ചോറ് ഇവിടെയും കൂറങ്ങും എത്ര കാലം കാണുമെന്നറിയാം എന്നൊരു ആക്കി സംസാരിക്കണം എല്ലാവരുടെ മുന്നിൽ വെച്ചപ്പോൾ രാഘവേട്ടൻ പറയുന്നുണ്ട്, ആയിക്കോട്ടെ കാണാമെന്ന് പറഞ്ഞ് പറയുമ്പോഴത്തേക്കും നേരെ മോളെ കാർത്തിക നിങ്ങൾ ഇതാണ് എൻ്റെ മരുമകൾ, ഇനി പരിചയപ്പെടുത്തില്ല എന്നും കൂടെ വേണ്ട. അങ്ങനെ കാർത്തികയും കൂടെ പരിചയപ്പെടുത്തി അവിടെ ചടങ്ങൊക്കെ പൂർത്തിയായിട്ട് കാർത്തികയുടെ കയ്യിലേക്ക് ഇൻവിറ്റേഷൻ കാർഡൊക്കെ എടുത്ത് കൊടുത്തിട്ട് പറയും, മോളെ ഇത് എന്താണ് പൂജാമുറി വെച്ച് പൂജ ചെയ്യണം, ഇത് നിങ്ങളുടെ വിവാഹത്തിൻ്റെ ഉള്ള ക്ഷണക്കത്ത് മാത്രമല്ല, 2 കുടുംബങ്ങളും 2 മനസ്സുകളൊക്കെ ഒന്നിച്ച് ചേരുന്ന ഒരു ചടങ്ങാണ്, ഒരു ദുഷ്ടശക്തിക്ക് നിങ്ങളെ പിരിക്കാൻ കഴിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും ആരും വിവാഹത്തിന് ഒരു തടസ്സം കൊണ്ട് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ നീ നല്ലപോലെ ദൈവത്തിന് നീ പ്രാർത്ഥിച്ച് പൂജാമുറി വെച്ച് ഈ ക്ഷണക്കത്ത് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പം രാഘവൻ ചോദിക്കും, ആരെ കാണിക്കാനാണ് ബാമേ ഇതൊക്കെ, എന്നെ കാണിക്കാനോ അതോ വന്നിരിക്കുന്നവരെ കാണാൻ, എല്ലാവരെയും കാണിക്കാനാണ് തന്നെ കൂട്ടിക്കോ രാഘവേട്ട എന്ന് പറഞ്ഞിട്ട് മോൾ എന്തായാലും കൊണ്ടുപോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് വന്ന് കയറുന്ന മരുമോളെ പോലെ ഇരിക്കും ഒരു വീടിൻ്റെ ഐശ്വര്യം കാര്യങ്ങളൊക്കെ, എൻ്റെ വീട്ടിൽ അങ്ങനെ ആണെങ്കിൽ ഇനിയാണ് അതിൻ്റെ ഐശ്വര്യമൊക്കെ എനിക്ക് കിട്ടാൻ പോകുന്നത്. സത്യഭാമ പറഞ്ഞു തന്നില്ല, ഇവൾ ഈ പൂജാമുറിയിലേക്ക് ഈ പറയുന്ന ഈ
ഇൻവിറ്റേഷൻ ലെറ്ററൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ദൈവമേ എന്നൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയാണ് അതിഗംഭീരമായ കാര്യം. അതായത് സത്യഭാമ ഈ നാട് ഭരിക്കുന്ന പോലെ എനിക്ക് ഈ നാട് ഭരിക്കാൻ പറ്റണേ. കാരണം സത്യഭാമ എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ അടിച്ചൊക്കെ പോകും. അപ്പം പിന്നെ ഈ പരിപാടിയൊക്കെ ചെയ്യേണ്ട വ്യക്തി ഞാനാണ്. അതുകൊണ്ട് എനിക്കതിനുള്ള ത്രാണിയൊക്കെ തരണേ. ഞാനത്തേക്ക് എന്താണ് വേറെ പിടിച്ചിരിക്കാൻ ഒരു ഗത്യന്തരം ഇല്ലാത്ത കൊണ്ടാണ് വേറൊരു സ്ഥലം പോകാനില്ല. പോരാത്തിന് ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങളെങ്കിലും അടുത്തൊരു മൂശാട്ട ജമ്മി സത്യഭാമയുടെ ഒരു രണ്ടാം ഭാഗമാകാനായി തനിക്ക് അതിനുള്ള സൗഭാഗ്യങ്ങളൊക്കെ തരണേ എന്നുള്ള പ്രാർത്ഥനയായിട്ട് അവിടെ ക്ഷണക്കത്ത് വെച്ച് പ്രാർത്ഥിച്ച് തീർന്നില്ല. എന്നിട്ട് വിളക്കിൻ്റെ അടുത്താണ് കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോഴത്തേക്ക് മധുശ്രീയുടെ ഫോൺ കോൾ വരും. അപ്പം മധുശ്രീയുടെ അടുത്ത് എടുത്തിട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കും അന്തസ്സായി തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉടൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നല്ലത് ചെയ്യുന്നവൻ്റെ കാര്യത്തിന് നന്മ കിട്ടുന്ന പോലെ തന്നെ ദുഷിപ്പ് ചിന്തിച്ചാൽ ആ ദുഷിപ്പിനുള്ള ശിക്ഷയും ഉടൻ തന്നെ കിട്ടിയെന്ന് പറയേണ്ട ആവശ്യം. ആ കത്തുകളെല്ലാം തന്നെ കത്തിച്ചാമ്പലായി പോവുകയാണ്. ശാലിനിക്ക് മേലെ പറക്കാനായി ഉയരാൻ നോക്കിയ ഫീനിക്സ് പക്ഷിയായി നിന്ന് നമ്മുടെ കാർത്തികയുടെ ചിറകളെല്ലാം താഴെ ഒടിഞ്ഞു വീഴുന്നതാണ് കാണുന്നത്. അപ്പം ആ കത്തുകളെല്ലാം കത്തി തീരുമ്പോഴത്തേക്കും അവിടെ നിന്ന് പൂജാമുറിയിൽ നിന്ന് ഒറ്റൊരു നിലവിളിയാണ്, അയ്യോ സത്യാമ്മയെ വിഷ്ണുവേട്ടാ എല്ലാവരും ഓടി വരണേ, തീ എന്നതിന് വിളിക്കുമ്പോഴത്തേക്കും ക്ഷണക്കത്തെല്ലാം കത്തിപ്പോയി. ലാസ്റ്റ് പൊന്നി ചേച്ചിയും എല്ലാവരും കൂടെ കയറി വന്ന് അത് അണച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ താഴേക്ക് വരുവാണ്. നാണം കെട്ടു പോകുന്ന സത്യഭാമ നാണം കെട്ടുപോയി. കാരണം വന്ന് കയറുന്ന മരുമകളുടെ ഐശ്വര്യം ഇനി കിട്ടാൻ പോകുന്നതെന്നുള്ള പറഞ്ഞല്ലേ. അപ്പം സത്യഭാമയുടെ മുന്നിൽ വെച്ച് ശാരദാമ്മയുടെ കണ്ണീരിൻ്റെ പൊള്ളൽ പോലെ ആയിപ്പോയി ആ ഒരു കത്തിന് സംഭവിച്ച ഒരു കാര്യം തന്നെ. അപ്പോഴത്തേക്ക് രാഘവേട്ടൻ അത് കണ്ട് ആനന്ദം, ഞാൻ അത്രയ്ക്ക് ആനന്ദം, അത്യാനന്ദം എന്ന് തന്നെ പറയാം. കാർത്തികയുടെ നിലവിളിയുമായിട്ട് അവിടെ കിടന്ന് ആ കത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന കാണിച്ചാണ് അടുത്ത എപ്പിസോഡിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കാണുക. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കമൻസും ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ട കേട്ടോ. ബൈ.